ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മനോരമ കുടിച്ച് ലെക്ക് കെട്ട് നോക്കുമ്പോഴേക്കും നമ്മുടെ ആകാശവും പ്രീതിയും ഭയങ്കര ചിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നോ, ഇതിനെ സമ്മതിക്കില്ല. എൻ്റെ മോൻ ഇത്ര പെട്ടെന്ന് അവളുടെ സാരിത്തുമ്പിലായപ്പോയല്ലോ. എൻ്റെ മൈ ഗോഡ്, എൻ്റെ ഈശ്വരൻ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ പോയി രണ്ടിനെ തകർത്ത് പിരിച്ച് കളഞ്ഞാലോ? വേണ്ട, ഇപ്പോൾ പോയി ഇടപെടേണ്ട, ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ മനോരമ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മനോരമനെ തോണ്ടി വിളിക്കുകയാണ്. എന്താണ് കീറസാരിക്കാരി, നീ എന്നെ തോണ്ടി വിളിച്ചത്? എന്തിനാണ് നീ എന്നെ തോണ്ടി വിളിച്ചത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കണം, കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താണ് നിനക്ക് സംസാരിക്കാനുള്ളത് കീറസാരിക്കാരി എന്ന് പറയുമ്പോൾ? അതെ, നിങ്ങൾ എൻ്റെ ചേച്ചിനെ ഉപദ്രവിച്ചാലുണ്ടല്ലോ, ഉപദ്രവിച്ചാൽ നീ എന്ത് ചെയ്യോടി? ഉപദ്രവിച്ചാലേ ഈ ശ്രുതികുമാരി ലക്ഷ്മി ആരാണെന്ന് നിങ്ങൾ അറിയും. നീ എന്നെ എന്ത് ചെയ്യുന്നു നീ പറഞ്ഞത്? പറയടി, നീ എന്നെ എന്ത് ചെയ്യോടി? അത് ഞാൻ നിങ്ങളെ കൊല്ലും. നിങ്ങളുടെ രണ്ട് കണ്ണും കുത്തി പൊട്ടിച്ചിട്ട് നിങ്ങൾ കൊല്ലും. അയ്യോ, ഇവിടെ ആരുമില്ലല്ലോ ഇത് കേൾക്കാനായിട്ട്. അയ്യോ, ആരെങ്കിലും ഇത് കേട്ടോ, ഇവളെന്നെ കൊല്ലുമെന്ന്. അതെ, നിങ്ങളെ കൊല്ലുക മാത്രമല്ല, നിങ്ങളെ കൊന്നിട്ട് ഞാനും ചാവും. അപ്പന്നെ ആരും ജയിലിലെടുക്കില്ലല്ലോ. എങ്ങനെയാണ് എൻ്റെ ബുദ്ധി എന്നിങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ അശ്വിൻ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ശേഷം ശ്രുതി നടന്ന് നേരെ മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പം അഞ്ജലി മുത്തശ്ശി അടുത്ത് പറയുന്നുണ്ട്, നോക്ക് മുത്തശ്ശി, ശ്രുതി ഇന്ന് കുടിച്ചിട്ടുണ്ട്, ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്, ഞാൻ പറ്റിച്ച് കൊടുത്തതാണ്. എടീ കള്ളി എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കോ ശ്രുതി കുടിച്ച് 4 കാലിൽ അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഹായ് അഞ്ജലി ചേച്ചി. ഹായ് മുത്തശ്ശി. എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നിങ്ങൾ ഒരുപാട് വിഷമിച്ചല്ലേ? അതെ, ഒരു കാര്യം നിങ്ങളോട് തുറന്ന് പറയണം എനിക്ക്. മുത്തശ്ശി, ഐ ലവ് യു മുത്തശ്ശി. എനിക്ക് മുത്തശ്ശി അടുത്തൊരു കാര്യം പറയണം മുത്തശ്ശി. അഞ്ജലി ചേച്ചി, എനിക്ക് ഒരുപാട് കാര്യം പറയണം കേട്ടോ. നിങ്ങളുടെ കൊച്ചുമകനില്ലേ, ആര്, കുഞ്ഞനോ? അയാളെന്നെ ഈ അവസ്ഥയിലാക്കിയത്. അയാൾ എന്നോട് എന്താ ചെയ്തതെന്ന് അറിയാവോ? കുഞ്ഞൻ നിന്നോട് എന്താ ചെയ്തത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ തൊട്ട് പിന്നാലെ വന്ന് നിൽക്കുക കേട്ടോ. ദേ വന്നല്ലോ കുഞ്ഞൻ വന്നു മുത്തശ്ശി. ദേ കുഞ്ഞൻ വന്നു കേട്ടോ. ശ്രുതി, നീ വരാൻ നോക്ക് എന്ന് അശ്വിൻ വിളിക്കുമ്പോൾ, ദേ കുഞ്ഞൻ എന്നെ വിളിക്കുന്നു. ദേ മുത്തശ്ശി അടുത്ത് പറഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. അഞ്ജലി ചേച്ചി, എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. നിങ്ങളുടെയൊക്കെ കുഞ്ഞിനുണ്ടല്ലോ, അന്ന് പ്രീതി ചേച്ചിയുടെ ആകാശിൻ്റെ കല്യാണ ദിവസം എന്നെ വിളിച്ച് നിർബന്ധിച്ച്, ശ്രുതി മര്യാദയ്ക്ക് വരാൻ നോക്ക്. കുഞ്ഞൻ വിളിക്കുന്നു. കുഞ്ഞിനെ എന്താ സംസാരിക്കണമെന്ന് ഞാൻ കേൾക്കട്ടെ, പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവാട്ടെ. ശ്രുതി പോകുമ്പോഴേക്കും മുത്തശ്ശിയും അഞ്ജലിയും പൊട്ടിച്ചിരിക്കുകയാണ്. ശേഷം അശ്വിൻ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് അവിടുന്ന് പറയാൻ പോണത്? എനിക്കെല്ലാം പറയണം, എൻ്റെ മനസ്സിലുള്ള എല്ലാം പറയണം കുഞ്ഞ എന്ന് പറയുമ്പോഴേക്കും, ശ്രുതി നീ വായടച്ച് വെറുതെ ഇരിക്കുക. അതെ, നീ കുടിച്ചെന്ന് വെച്ച് വായി തോന്നുന്നതെന്ന് വിളിച്ച് പറയരുത്, കേട്ടല്ലോ? പിന്നെ നിങ്ങൾ പറഞ്ഞത് മാത്രം ഞാൻ അനുസരിക്കണോ എന്ന് പറഞ്ഞിട്ട് രാമേട്ട ഇങ്ങോട്ട് വാ, 2 ഡ്രിങ്ക്സ് താ എന്ന് പറഞ്ഞിട്ട് രാമേട്ടനെ വിളിക്കുകയാണ്. 2 ഗ്ലാസ്സിൽ ഡ്രിങ്ക്സ് എടുക്കുന്നുണ്ട്. ശേഷം അതിലൊരു ഡ്രിങ്ക്സ് അശ്വിനെ കൊടുക്കുകയാണ്. ശ്രുതി, ഇത് നിങ്ങൾ ഇല്ല, ഞാനിതൊന്നും കുടിക്കാറില്ല, കുടിക്കത്തുമില്ല, എനിക്കിത് വേണ്ട. അതെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കണം, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കില്ലല്ലേ? മറ്റേതൊക്കെ കുടിക്കാൻ നോക്ക്, കുടിക്കുന്നു. അപ്പോഴേക്കും അശ്വിൻ അത് മേടിക്കുന്നുണ്ട്. നിങ്ങളിത് കുടിച്ചാൽ ഞാൻ ഒന്നും ആരോടും പറയില്ല, സത്യം. ഇത് ശ്രുതി അശ്വിൻ്റെ സത്യം. നിങ്ങൾ കുടിക്ക് എന്ന് പറയണം. ആ സമയത്ത് ശ്രുതി കാണാണ്ട് അശ്വിൻ പതുക്കെ നിലത്തേക്ക് ഒഴിക്കുക കേട്ടോ. ശ്രുതി തിരിയുമ്പോഴേക്കും ശ്രുതി അത് കാണുന്നുണ്ട്. നിങ്ങളത് നിലത്ത് കളഞ്ഞല്ലേ, നിങ്ങൾ ഫോള് നിങ്ങൾ തെറ്റ് ചെയ്തു. ഇത് കുടിക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്ലാസ് കൊടുക്കുകയാണ്. നിങ്ങൾ കുടിച്ചിട്ടേ നിങ്ങളുടെ മുഖത്തുനിന്ന് ഞാൻ കണ്ണെടുക്കുള്ളൂ, കുടിക്കണം മനുഷ്യ എന്ന് പറയാണ്. അങ്ങനെ അശ്വിൻ അത് കുടിക്കുന്നുണ്ട്. കുടിച്ച് കഴിഞ്ഞത് അശ്വിൻ പൊട്ടിച്ചിരിക്കുക കേട്ടോ. എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. അത് കണ്ട് ശ്രുതിയും ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയും പൊട്ടിച്ചിരിക്കുകയാണ്. ശേഷം ശ്രുതി, ഇപ്പം എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് അശ്വിൻ പറയാണ്. 2 പേരും കൂടി പിന്നെ വേഗം വന്ന് ഡാൻസ് കളിക്കുക കേട്ടോ. ജില്ലൻ ജില്ലാരാന്ന് പറഞ്ഞ പാട്ടിന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഒരുപാട് പേര് കൂടുന്നുണ്ട്. അങ്ങനെ ആഘോഷം അതിഗംഭീരമാവാണ്. ശ്യാമിനെ മാത്രം ദേഷ്യം വരുന്നു കേട്ടോ. അങ്ങനെ ശ്രുതി ഡാൻസ് കളിച്ച് ആകെ കുഴഞ്ഞ് മുഖമൊക്കെ തുടക്കണ സമയത്ത് മുഖത്തെ കുറച്ച് പൊടി കണ്ണിലേക്ക് വീഴുവാണ്. അയ്യോ, എൻ്റെ കണ്ണ് പോയോ? കണ്ണ് കാണുന്നില്ലല്ലോ, കണ്ണിൽ പൊടി പോയെന്ന് തോന്നുന്നു. കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ കണ്ണിങ്ങനെ കഴുകാനായിട്ട് ഇങ്ങനെ കണ്ണിലിങ്ങനെ കളയാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്യാം പെട്ടെന്ന് തന്നെ, ഇവിടെ ഇപ്പം ആരുമില്ല, ഇതെന്നെ പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിച്ചുകൊണ്ട് പോകുകയാണ്. ശ്രുതി എന്താ? അതെ, നീ നേരത്തെ മുത്തശ്ശിയെടുത്ത് എന്താ പറയാൻ പോയത്? മുത്തശ്ശിയെടുത്തോ? നിൻ്റെ അശ്വിൻ്റെ കല്യാണത്തിനെ കുറിച്ച് എന്തോ പറയാൻ പോയില്ലേ? അതെന്താ? കല്യാണം, എൻ്റെ കല്യാണം. അതെ, അതിനെക്കുറിച്ച് എന്തോ പറയാൻ പോയത്, എന്നോട് പറ ശ്രുതി എന്ന് ശ്യാം പറയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതി, അത് അന്നുണ്ടല്ലോ, എന്നെ ഉണ്ടല്ലോ, പറ ശ്രുതി, ഒന്ന് പെട്ടെന്ന് പറ എന്ന് ശ്യാം പറയുമ്പോഴേക്കും അവിടെയൊക്കെ ശ്രുതിനെ അന്വേഷിച്ച് അശ്വിൻ ഇങ്ങനെ
4 കാലിൽ വരുവാട്ടോ. അത് കാണുമ്പോഴേക്ക് ശ്യാം വേഗം തന്നെ അപ്പുറത്തേക്ക് പോകുവാണ്. ശേഷം ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരുടെ റൂമിലൊന്ന് പോയി പരിശോധിച്ചാലോ, എന്തെങ്കിലും തുമ്പ് കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാം വേഗം അശ്വിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ആരുമില്ല കേട്ടോ. ശ്യാം അവിടെയൊക്കെ തപ്പി നോക്കുന്നുണ്ട്, ഒന്നും തന്നെ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ബാൽക്കണിയിൽ ആ കാഴ്ച കാണുന്നത് ഒരു പുതപ്പും ഒരു തലേണയും. അപ്പോൾ ഇവർ രണ്ടിൽ ആരും ഒരാൾ ബാൽക്കണിയിലാണ് കിടക്കുന്നത്. ഇത് ഞാൻ പൊളിച്ചടക്കും, ഇത് ഞാൻ സത്യങ്ങളൊക്കെ എല്ലാവരോടും തുറന്നു പറയും, നോക്കിക്കോ. ശ്രുതിയുടെ വായി തന്നെ എല്ലാ സത്യവും ഞാൻ എല്ലാവരെയും കേൾപ്പിക്കും, ഈ ശ്യാമാരാണെന്ന് എല്ലാവരും അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാം ചിരിക്കുകയാണ്. അതിനുശേഷം ശ്രുതിയാണെങ്കിൽ എനിക്ക് പറയണം, സത്യം പറയണം എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, നീ ഒന്നും പറയരുത് ശ്രുതി എന്ന് പറയാണ്. അതിനുശേഷം ശ്രുതി അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക കേട്ടോ. അശ്വിന് ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം അവർ മുഖത്തോടെ മുഖം കുറച്ചു നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, അതെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എന്താ സംസാരിക്കാനുള്ളത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വല്ലാതെ നെഞ്ചിടിക്കുന്നു. എൻ്റെ ശ്വാസത്തെക്കാളും നെഞ്ചിടിപ്പാ കൂടുന്നത്. അതെന്തുകൊണ്ടാണ് പറഞ്ഞു താ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ ആകെ നെട്ടുവാട്ടോ. അശ്വിൻ ശ്രുതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിനും ബോധമൊന്നുമില്ല, എങ്കിലും അശ്വിൻ അത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ആ കേൾക്കുന്ന കാര്യത്തിൽ അശ്വിന് ബോധമുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി വീണ്ടും പറയാണ്, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് നെഞ്ചിടിപ്പ് കൂടുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കണ്ണിലിങ്ങനെ എന്തോ പോയ പോലെ കാണിക്കുമ്പോൾ അശ്വിൻ പതുക്കെ ശ്രുതിയുടെ മുഖം ഒന്ന് ഉയർത്തിപ്പിടിക്കുകയാണ്. ശേഷം പതുക്കെ കണ്ണുകളിലേക്ക് ഊതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ ശ്രുതിയുടെ മുഖത്തുനിന്ന് കൈയെടുക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് അശ്വിൻ്റെ കയ്യിലേക്ക് കയറി പിടിക്കുക കേട്ടോ. എന്നിട്ട് അശ്വിൻ്റെ കൈ പതുക്കെ ശ്രുതി നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് കേൾക്കുന്നുണ്ടോ, നിങ്ങൾ അറിയുന്നുണ്ടോ, എൻ്റെ നെഞ്ചിടിപ്പ് കൂടുന്നത് അറിയുന്നില്ലേ, കണ്ടില്ലേ, എൻ്റെ ശ്വാസത്തെക്കാൾ കൂടുതലാണ് എൻ്റെ നെഞ്ചിടിക്കുന്നത്, പട 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 എന്നിടിക്കണത് നിങ്ങൾ കേട്ടില്ലേ എന്ന് പറയാണ്. ആ സമയത്ത് അശ്വിന് സന്തോഷമാവാട്ടോ. അശ്വിൻ പെട്ടെന്ന് ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എനിക്കറിയില്ല നിങ്ങളടുത്ത് എന്താണ് എനിക്കെന്ന്, നിങ്ങളെ കണ്ടപ്പോൾ തൊട്ടുള്ള സംഭവങ്ങൾ ഇപ്പോഴൊരു മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട്. എനിക്ക് നിങ്ങളെ കാണുമ്പോഴൊക്കെ നെഞ്ചിടിപ്പ് വരും, എനിക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല അശ്വിൻ സാർ എന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് നോക്കുവാണ്. ശ്രുതിയുടെ മുഖത്ത് ഇത് അശ്വിൻ മനസ്സിലാക്കുന്നുണ്ട്, തൻ്റെ ശ്രുതിയുടെ ആദ്യ പ്രണയം അശ്വിനാണെന്നുള്ള സത്യം. അങ്ങനെ അശ്വിൻ മനസ്സിലാക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചത് കൊണ്ടിട്ടാണ് ശ്രുതി പെട്ടെന്ന് തല കറങ്ങി ആകെ 4 കാലിൽ വീഴാൻ വേണ്ടി പോകുക കേട്ടോ. അങ്ങനെ വീഴാൻ വേണ്ടി പോകുന്ന ശ്രുതിനെ പെട്ടെന്ന് തന്നെ ചേർത്ത് പിടിക്കുകയാണ് അശ്വിൻ. ശേഷം ശ്രുതിനെ പൊക്കിയെടുക്കുമ്പോഴേക്കും ശ്രുതിക്ക് ബോധമൊന്നും ഇല്ല കേട്ടോ. അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ശ്രുതിൻ്റെ അടുത്തേക്ക് മുഖം കൊണ്ടുപോകുന്നുണ്ട്. അശ്വിൻ്റെ നെഞ്ചും ഇങ്ങനെ ഇടിക്കുന്ന ശബ്ദം പോലെ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം ശ്രുതിനെ പൊക്കിയെടുക്കുമ്പോഴൊക്കെ അശ്വിൻ്റെ നെഞ്ചും ഇടിക്കുന്നുണ്ടായിരുന്നു. അതാണ് ആ ഒരു സീനിലൂടെ നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ അശ്വിൻ ശ്രുതിനെ പൊക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. നാളെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നല്ല കിടുഭാഗമായിട്ട് കാണാൻ പോണത് വേറൊന്നുമല്ല, അശ്വിനും ശ്രുതിയുടെ കൈ പതുക്കെ അശ്വിൻ്റെ നെഞ്ചിലേക്ക് വെക്കുന്നുണ്ട്. എപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോവാണ്. തൻ്റെ ഹൃദയം ഇടിക്കുന്ന അതേ നാളത്തിൽ തന്നെ അശ്വിൻ്റെ ഹൃദയം ഒടിക്കുകയാണ്. ശ്രുതിക്ക് സന്തോഷമാവാണ്. വേറൊന്നുമല്ല, അശ്വിൻ്റെ പ്രണയം ശ്രുതിയാണെന്ന് ശ്രുതി മനസ്സിലാക്കുകയാണ്. അങ്ങനെ ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. കെട്ടിപ്പിടിക്കാൻ മാത്രമല്ല, അശ്വിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് അവരെപ്പോഴും ഒരുമിച്ചായിരിക്കും. കാത്തിരുന്ന് കാണാം ഇന്നത്തെ പ്രൊമോക്ക് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.